വചനമൊഴി ജനുവരി 27. വചനഭാഗം സ്ലീഹന്മാരുടെ നടപടി 16, 25, 34. ലൂക്കായുടെ സുവിശേഷം 5, 12, 16. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പിന്നീടൊരിക്കൽ ഈശോ ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഇതാ കുഷ്ഠം നിറഞ്ഞ ഒരുവൻ വന്ന് അവനെ കണ്ട് അവന്റെ മുമ്പിൽ കമിഴ്ന്നു വീണു പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോ കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. ഈശോ അവനോട് കൽപ്പിച്ചു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് അവർക്ക് തെളിവിനായി നിന്റെ ശുദ്ധീകരണ കാഴ്ച സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ ഈശോയെ കുറിച്ചുള്ള വാർത്ത പൂർവാധികം വ്യാപിച്ചുകൊണ്ടിരുന്നു. വലിയ ജനക്കൂട്ടം അവനെ കേൾക്കാനും രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടാനും വന്നുകൊണ്ടിരുന്നു. അവനാകട്ടെ മരുഭൂമിയിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു കുഷ്ഠരോഗി ഈശോയുടെ പക്കൽ സൗഖ്യം പ്രാർത്ഥിച്ച് വരുന്നതാണ് നാം സുവിശേഷത്തിൽ ശ്രവിച്ചത്. ഈശോയുടെ പക്കലേക്ക് ആർക്കും കടന്നു വരാം എന്ന ചിന്തയാണ് ഈ സുവിശേഷമാത്തി നമുക്ക് നൽകുന്നത്. കുഷ്ഠരോഗിയാണെങ്കിലും പാപിയാണെങ്കിലും ബലഹീനനാണെങ്കിലും ഏതുവിധ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണെങ്കിലും കടന്നു വരാൻ സാധിക്കുന്ന ഒരു സന്നിധിയാണ് ഈശോയുടെ സന്നിധി. സാധാരണ കുഷ്ഠരോഗികൾക്ക് പൊതുസമൂഹത്തിൽ കടന്നു വരുവാൻ അനുവാദമില്ലായിരുന്നു. എങ്കിലും ശരീരം മുഴുവൻ കുഷ്ഠം നിറഞ്ഞ ഒരു വ്യക്തിക്ക് ഈശോയുടെ പക്കലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നു. കുഷ്ഠരോഗിയുടെ വിശ്വാസമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഈശോയാണ് പൂർണ്ണമായും അധികാരമുള്ളവൻ. അവിടുന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ തനിക്ക് സുഖം പ്രാപിക്കാൻ സാധിക്കും എന്നാണ് കുഷ്ഠരോഗി പറയുന്നത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. ഈശോയുടെ പക്കൽ പൂർണ്ണമായും നടത്തുന്നൊരു സമർപ്പണമാണ് ഇവിടെ കാണുന്നത്. ഈശോയുടെ ഹിതത്തിന് പൂർണ്ണമായും വിട്ടുകൊടുക്കുകയും ഈശോയ്ക്ക് തന്നെ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകൂടിയാണ് ഈ കുഷ്ഠരോഗിയുടെ വാക്കുകളിൽ കാണുന്നത്. ഈശോ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തി അതിനുശേഷം ആചാരപ്രകാരമുള്ള വിധി നിർണയത്തിനായി പറഞ്ഞു വിടുകയാണ്. ദൈവിക ശുശ്രൂഷയും മാനുഷിക പരിശ്രമങ്ങളും ദൈവ കൃപയും മാനുഷിക സാക്ഷ്യങ്ങളും സൗഖ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഈശോ എടുത്തു കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാനവും മനുഷ്യൻ്റെ പരിശ്രമവും ഒന്നു ചേരുമ്പോഴാണ് അനുഗ്രഹം, കൃപ ലഭിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസവും നമ്മൾ ധ്യാനിച്ചിരുന്നു. ഈശോ നമുക്ക് നൽകുന്ന കൃപ സ്വീകരിക്കുന്നതിന് മാനുഷികമായി നാം നിർവഹിക്കേണ്ട കടമകൾ, കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ നിർവഹിച്ച് ദൈവകൃപയെ ജീവിതത്തിൽ അനുഭവേദ്യമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.